നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മക്കൾ വളർന്നു വലുതാകുമ്പോ ഏറ്റവും ചുരുങ്ങിയത് അവരെങ്കിലും തങ്ങൾക്കുണ്ടാകുന്നൊരു വിശ്വാസം അവർക്ക് കൊടുക്കണം. പിന്നെ ദേവ, ഇവരുടെ കല്യാണത്തിന്റെ കാര്യത്തിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഒരു ചെറിയ ചടങ്ങായിട്ട് അങ്ങ് നടത്തിയാലും മതി. ദേ, ഇവിടെ വെച്ചൊരു താലി കെട്ടണം. പിന്നെ രണ്ടാളെയും ക്ഷേത്രത്തിലേക്കൊന്ന് അയക്കണം. അത്രയും മതി. വലിയ ആഘോഷമായിട്ടൊക്കെ നടത്തണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ അതൊന്നും സാരമില്ല. രണ്ടാള് സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. അത് മതി. പിന്നെ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം. എന്റെ ഭർത്താവിന്റെ വേഷത്തിലായാലും ഇവന്റെ അച്ഛന്റെ വേഷത്തിലായാലും ഒരു ദുഷ്ടശക്തി നമുക്കെതിരെയുണ്ട്. ആ മനുഷ്യനിൽ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇവരെ ഇവിടെ നിർത്തുകയേ വേണ്ട. അജയ്, അതെടുക്ക. മോളെ, ദാ. മോളെ, എന്റെ കയ്യിൽ ഇത് മാത്രമേ ഇപ്പൊ തരാനുള്ളൂ. മോളുടെ വിവാഹം നടക്കുമ്പോ പൊന്നുകൊണ്ട് മൂടണമെന്നൊക്കെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. സ്വന്തമായിട്ട് ജ്വല്ലറി വരെ ഉണ്ടായിരുന്നതാ. പക്ഷേ ഇപ്പൊ അതൊക്കെ കേസിലാ. കേസ് എനിക്ക് അനുകൂലമായാല് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. എല്ലാ കടങ്ങളും അന്ന് ഞാൻ വീട്ടും. അങ്ങളെ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇത് എന്റെ കൂടി കുടുംബമാണ്. ഇതാ, ഇപ്പൊ എന്റെ അമ്മയും കൂടി അവിടെ എത്തി. ഇനി നമുക്കിടയില് കണക്കുകൾ പറയാനും തീർക്കാനൊന്നുമില്ല. ദേവ, അതാണ് ശരി. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതോടെ തീരട്ടെ. സുഗന്ധിയമ്മ നല്ല സ്ത്രീയല്ലേ? അവർ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മേ അവർക്ക് ഇത്രയും വേദന കൊടുക്കുന്നത്? അതിന്റെ ഉത്തരം എങ്ങനെയാ പറഞ്ഞു തരുമോ കുട്ടി? ശ്രീരാമചന്ദ്രൻ ഉത്തമ പുരുഷനായിരുന്നില്ലേ? നന്മയുടെ വിളനിലമായിരുന്നില്ലേ? സീതാദേവിയോ സ്ത്രീത്വത്തിന്റെ മറുവാക്കാണ്, ഐശ്വര്യത്തിന്റെ ദേവത. എന്നിട്ടും അവർ തമ്മിൽ പിരിഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? വേദനിച്ച സംവത്സരങ്ങളില്ലേ? അതെന്തുകൊണ്ടാ? ആ രണ്ട് പ്രതീകങ്ങളിലൂടെ മാനവരാശിയെ പഠിപ്പിക്കാൻ ഒരു ചരിത്രം രചിക്കാനുണ്ടായിരുന്നു. ഇന്നു മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും പകർത്തുന്നതും അതിൽ നിന്നുള്ള കാര്യങ്ങളല്ലേ? എന്നുവെച്ചാൽ മഹത്തായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരുടെ ത്യാഗം അത്യാവശ്യമാണ്. സുഗന്ധിഭായി നന്മയുള്ള സ്ത്രീയാ. തിന്മയുടെ പ്രതിരൂപമായ ത്രിവിക്രമന് അവരിൽ ജനിച്ച കുട്ടിയാ അജയ്. അതുകൊണ്ടാണ് അജയുടെ സ്വഭാവത്തിൽ ദ്വന്ദ്വഭാവം ഉണ്ടായത്. അജയുടെ ഇതുവരെയുള്ള ജീവിതം തിന്മയുടെ പക്ഷം ചേർന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ഭഗവതി അവനെ നന്മയുടെ പക്ഷത്തെത്തിച്ചു. അതുമാത്രല്ല, വലിയൊരു കർമ്മം ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുക. അജയ് തന്റെ കടമ പൂർത്തിയാക്കി മേഘന എന്ന നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കഴിയുമ്പോഴാ സുഗന്ധിഭായിയുടെ ജീവിതത്തിൽ വെളിച്ചം പരക്കുക. അത് ഉടനെ സാധ്യമാവോ? തടസ്സങ്ങളുണ്ട്. ഒന്നാമത് ത്രിവിക്രമൻ തമ്പി. രണ്ടാമത് അജയുടെ ശരീരത്തിൽ ഇപ്പോഴുള്ള അമാനുഷിക ശക്തി. ആ ശക്തി ഇല്ലാതാവാതെ മേഘനെ വിവാഹം കഴിച്ചാലും ഒരുമിച്ച് ജീവിക്കാൻ അജയ്ക്ക് സാധിക്കില്ല. ആ ശക്തി ഇല്ലാതാവുന്ന നിമിഷം ത്രിവിക്രമൻ തമ്പി അജയെ കൊല്ലുകയും ചെയ്യും. ഈ കൊല്ലും കൊല്ലും എന്ന് അവസാനിക്കും അമ്മേ? തീരില്ലേ ഒരിക്കലും? നന്മയും തിന്മയും ഉള്ളിടത്തോളം കാലം സംഘർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നന്മയ്ക്കായിരിക്കും അവസാന വിജയം. അതുകൊണ്ട് എത്ര നരകയാതന അനുഭവിക്കേണ്ടി വന്നാലും അജയും സുഗന്ധിബായിയും വിജയിക്കും. ആന്റി, മോളെ, ആന്റി നിൽക്കേണ്ട സ്ഥാനത്ത് ഞാനല്ല നിൽക്കേണ്ടത്. എല്ലാം മറക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ആന്റി മോളുടെ അടുത്തുനിന്ന് പോന്നത്? ആന്റിക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ആന്റിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആന്റി നിങ്ങളുടെ കൂടെ നിന്നത്, അമ്മയും നിങ്ങളും ആന്റി നോക്കിയത്, എന്നോട് നല്ല വാക്കുകൾ പറഞ്ഞത്,
അതൊക്കെ ഓർക്കുമ്പോ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. അനന്യക്ക് US പോലുള്ള വിസ റെഡിയായി. അത് നന്നായി. നന്നായി പഠിക്കണം മോളെ, വാശിയോടെ പഠിക്കണം. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതൊക്കെ ഒരു പുസ്തകത്തിന്റെ പേജ് കീറിക്കളയുന്നത് പോലെ കീറിക്കളയണം. ജീവിതം ഇനി എത്രയോ ഉണ്ട് നിന്റെ മുൻപില്. ആന്റിയുടെ പ്രാർത്ഥന എന്നും നിന്റെ കൂടെ ഉണ്ടാവും. ആന്റി എനിക്കിപ്പോ എന്റെ അമ്മയെ പോലെ. എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ആളെ അതേ കുറഞ്ഞ് കാണാൻ പറ്റില്ല. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആന്റിയുടെ മോളെ, ഞങ്ങളുടെ ചേച്ചിയെ എത്രയും പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വരണോന്ന്. ചേച്ചി ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്വന്തം മോളായിട്ട് ഞങ്ങളുടെ അമ്മ നോക്കിക്കോളും. ആന്റി കരയുവാണോ? സന്തോഷം കൊണ്ടാ മോളെ. ഇത്രയും കാലം ഒരു അനാഥയെ പോലെയായിരുന്നു ഞാൻ. ഇപ്പോ അതൊക്കെ മാറിയില്ലേ? എനിക്കിപ്പോ എല്ലാരും ഇല്ലേ? എന്നെ സ്നേഹിക്കുന്ന മക്കളില്ലേ? സുനന്ദേച്ചി ഇല്ലേ? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടാവുമ്പോ വേറെ ഒന്നും എനിക്ക് വേണ്ട. മോളെ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ശരി ആന്റി, തിരിച്ചു വന്നിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണും. ഞാൻ തിരിച്ചു വരുമ്പോ ആന്റി പുറത്തു വരും. ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക്സ് ദേവേട്ടാ. ഒന്നും തന്നില്ല, അവഗണിച്ചു എന്നൊന്നും ഞാൻ പരാതി പറയില്ല. എന്റെ പ്രതീക്ഷകളുടെ 100 മടങ്ങ് അപ്പുറത്ത് അതാ ദേവേട്ടനും കുടുംബവും എനിക്ക് വെച്ച് നീട്ടിയത്. സുനന്ദ തന്നെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഇവിടേക്ക് പോരുമ്പം പറഞ്ഞു, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന പോലെ നിന്റെ മുമ്പിൽ ഒന്ന് കൈകൂപ്പണമെന്ന്. ദേവേട്ടൻ എന്നാ നമ്മുടെ മോളെ കൊണ്ടുവരാൻ പോന്നേ? തൽക്കാലം മോളെ ഞാനൊരു സേഫായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മേഘനയുടെയും അജയുടെയും വിവാഹശേഷമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ആ വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞാല് ശേഖരൻ നമ്പി ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ മോൾ ഇവിടെ ഇല്ലായിരിക്കുന്ന നല്ലത്. താൻ പേടിക്കണ്ടടോ, ഒരു വേർതിരിവ് ഉണ്ടാക്കില്ല. അവളെ ഞാൻ തന്നെ സംരക്ഷിക്കും. ജീവിതം ചില സമവാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കും, നമ്മളെ ഞെട്ടിക്കുന്ന ചില സമവാക്യങ്ങൾ. അല്ലാതെ ഇതിങ്ങനൊന്നും സംഭവിക്കില്ല. അവളെ കൊണ്ടുവന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ കാണാൻ വരും. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ അമ്മയെ കാണാൻ കൊണ്ടുവരും. ഞാൻ പോവാ ദേവേട്ടാ. ഇപ്പോ ഈ ജയിലിന്റെ ചുവരുകൾക്ക് നല്ല നിറമുള്ളതായിട്ടാ എനിക്ക് തോന്നുന്നേ. എന്റെ സ്വപ്നത്തിന്റെ നിറം.